സംഗതി ഉണ്ടോ? ശ്രീ സംഷാദ് മരക്കാർ, ഇവിടെ ടി സിദ്ദീഖിനോട് അലക്സ് ഒഴികയിൽ നേർക്കുനേർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ അസാനത്തിൽ താങ്കൾക്ക് മറുപടി പറയാമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ തുടക്കത്തിൽ സോന പറയുന്നില്ലേ, പോളിന്റെ മകൾ സോന പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഇത് 2 ദിവസത്തെ പ്രതിഷേധമേ ഉള്ളൂ എന്നറിയാം. മാധ്യമങ്ങളുടെ കാര്യത്തിലോ ഇന്നിപ്പോൾ ഒരു മരണവും ഇത്രയും പ്രതിഷേധവും ഉണ്ടാകുമ്പോഴാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. ആ ദിവസം പോലും ഇപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന മുഖ്യധാര ചാനൽ ഏതൊക്കെയാണെന്ന് നോക്കൂ. എടുക്കാത്ത ചാനലുകൾ അല്ലെങ്കിൽ ഉണ്ട്. സംഷാദ് മരക്കാർ അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിലുള്ള പ്രതിബദ്ധത. എല്ലാവർക്കും ആത്മവിശ്വാസമായി പറയുന്ന എല്ലാവർക്കും അത്രയേ ഉള്ളൂ പ്രതിബദ്ധത. അത് വയനാടിന്റെ പ്രശ്നം, വയനാടൻ ജനതയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. സംഷാദ് മരക്കാർ, വയനാട് ജില്ലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ ചർച്ചയിൽ വിവിധങ്ങളായ അഭിപ്രായം പറഞ്ഞു. ആദ്യം കിഫയുടെ പ്രതിനിധി ടി സിദ്ദീഖ് MLA കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ളൊരു മറുപടി പറയാം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാ MLA മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമാണ് പങ്കെടുത്തത്. പിന്നീട് ഉദ്യോഗസ്ഥരും. അതിൽ നമ്മൾ പറഞ്ഞതാണ്, നിലവിൽ ഈ നഷ്ടപരിഹാരമായി കൊടുക്കുന്ന 10 ലക്ഷം രൂപ അപര്യാപ്തമാണ്, അത് അടിയന്തരമായി വർദ്ധിപ്പിക്കണം, 50 ലക്ഷം രൂപ കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ 11 കോടി രൂപയോളം വിവിധ സ്ഥലങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുക്കാം എന്നുള്ളത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. ഇതേ ആവശ്യമാണ് കേന്ദ്രത്തിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് നമ്മൾ ഈ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. അതിനകത്ത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എല്ലാവരുടെയും ആവശ്യം അതുതന്നെയാണ്. അത് ചർച്ചയിലും നമ്മൾ ഉന്നയിച്ചതാണ്. 2, അലക്സ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കലക്ടർക്ക് വെടിവെക്കാൻ ഉത്തരവിടാം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാം. ഇതും നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് അലക്സ് അവിടുത്തെ മിനിറ്റ്സ് എടുത്ത് നോക്കൂ. അത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. ആളുകൾ ഇത്തരത്തിലാണ് ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു തീരുമാനമുണ്ടാകണം. കലക്ടർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിന് ചെയ്യാൻ പറ്റുമോ? അവിടെ 2 അഭിപ്രായമാണ് ഉണ്ടായത്. ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു, ഏജ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നു. ഇതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണ്. ഇത് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ചയിൽ ഈ ആവശ്യം ഉന്നയിച്ചത് വയനാട്ടിൽ നിന്ന് പോയവ ഞങ്ങൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്കിതിനകത്ത് യാതൊന്നും ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് തീരുമാനമെടുക്കാനും ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. പിന്നെ ആഷ്മി പറഞ്ഞതുപോലെ ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നു, ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതി ഇവിടെ ഇല്ല. നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ, ആഷ്മിക്കർ ഈ വനം വകുപ്പ് മന്ത്രി വിശ്വാസമില്ലാതായത് എങ്ങനെയാണ്? വനം വകുപ്പ് മന്ത്രി ചീരാലിൽ കടുവയെ പിടിച്ചതിന് ശേഷം വിളിക്കുന്ന സർവകക്ഷി യോഗത്തിൽ കുറേ തീരുമാനം പ്രഖ്യാപിക്കും, അതിനുശേഷം അത് നടപ്പിലാക്കില്ല, വീണ്ടും ഒരു സർവകക്ഷി യോഗം വിളിക്കും. ഇങ്ങനെ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ട് വനം വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ചർച്ചയ്ക്ക് പോകാതിരുന്നത്. മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് പോയത്. വയനാട്ടിൽ 4 മരണം നടന്നു. അതിനിടയിൽ വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്നു. ജനുവരി 26-ാം തീയതി വനം വകുപ്പ് മന്ത്രി വയനാട്ടിലുണ്ട്. എന്നിട്ട് ഒരു വീട്ടിൽ പോലും സന്ദർശിക്കാതെ അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിന്റെ പരിപാടി കഴിഞ്ഞ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചുപോയി. അദ്ദേഹത്തിനാണ് വയനാടിന്റെ ചുമതല. അല്ലല്ല, അതിപ്പോ NCPയുടെ ഔദ്യോഗിക പക്ഷം ഏതാണെന്നൊക്കെ വലിയ തിരക്കുണ്ട്. മന്ത്രി സംഷാദ് മരക്കാർ, NCPയുടെ ഔദ്യോഗിക പക്ഷം ഏതാണ് എന്നൊക്കെയുള്ള വലിയ 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 ചിന്തകൾ ചർച്ച ചെയ്യാനുണ്ട് മന്ത്രിക്ക്. അതുകൊണ്ടാവും ഞങ്ങളുടെ ഒരു ഗതികേട് ആഷ്മി ആലോചിച്ചു നോക്കി. പിന്നെ ആനയുടെ കാലേതാ ആനയുടെ വാലേതാന്ന് അറിയാത്തൊരു വനംവകുപ്പ് മന്ത്രി, അയാൾക്ക് തന്നെയാണ് വയനാട് ജില്ലയുടെ ചുമതലയും കൊടുത്തിരിക്കുന്നത്. ഈ ജില്ലയിലെ 4 മരണങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലെ ജനതയൊന്ന് ശാന്തരാവട്ടെ, ഇവിടുത്തെ കാലാവസ്ഥയൊന്ന് മാറട്ടെ, രാഹുകാലം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വരാമെന്ന് പറയുകയാണ്. ഇന്ന് ഈ പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ വലിയ പ്രയാസകരമായ കാര്യത്തിലേക്ക് പോയി. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്? സർക്കാരിൻ്റെ പ്രതിനിധിയായി ആരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നത്? ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാതായപ്പോൾ ജനങ്ങൾ അതിവൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകും. അതിലൊരു തെറ്റും പുൽപ്പള്ളിയിലെ ജനങ്ങളെ പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് നേരെ അവർ ആക്രോശിച്ചിട്ടുണ്ട്, മോശം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ആ സമരത്തിന്റെ സ്വാഭാവികതയാണ്. കാരണം സാർ, അതൊക്കെ ഒരു സമരത്തിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ അതിജീവന പോരാട്ടത്തിൽ വൈകാരികമായി നിൽക്കുന്ന ഒരു ജനതയിലേക്ക് പേടി കൂടാതെ ഇറങ്ങിപ്പോകുന്നവനാണ് ജനപ്രതിനിധി. ഇപ്പൊ അവർ എന്ത് പള്ളുവാക്ക് പറഞ്ഞാലും അവരുടെ വികാരമാണെന്ന് മനസ്സിലാക്കി കേട്ടു നിൽക്കുന്നവരാണ് ജനപ്രതിനിധി അല്ലേ? അതിനുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലാതെ പേടിച്ചിരിക്കലല്ല വേണ്ടത്. അതേ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെ എടുത്തതും അവർ പറഞ്ഞതിനെ ഉൾക്കൊണ്ടതും. അതിനുശേഷം അടക്ക് കഴിഞ്ഞ കുടുംബത്തെയും കണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചും പോന്നിട്ടുള്ളൂ. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ആര് വന്നു എന്ന് ആഷ്മി അന്വേഷിച്ചു. സർക്കാർ പ്രതിനിധിയായി ആരാണ് ഇന്ന് പുൽപ്പള്ളിയിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്? ഇപ്പോൾ അലക്സ് നേരത്തെ പറഞ്ഞു, നമ്മൾ മാനന്തവാടിയിൽ എടുത്ത അതേ തീരുമാനമാണ് പുൽപ്പള്ളിയിലും എടുത്തത്. അതെങ്ങനെയാണ് എടുക്കാൻ കാരണമുണ്ടെന്ന് അലക്സിന് അറിയൂ.
ഇന്ന് ഈ ബോഡി നമ്മൾ പുൽപ്പള്ളി ടൗണിൽ വെക്കുന്നു, സമരം ആരംഭിക്കുന്നു. യാക്കോബായ സഭയുടെ പിതാവ് സമരത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെ ആ പിതാവ് പറയുന്നു, നമുക്ക് ഈ ബോഡി പാക്കത്തേക്ക് കൊണ്ടുപോകണം, അവിടെ കുടുംബം കാത്തിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം നോക്കുന്നത്. ഒരാൾ ചർച്ച കോർഡിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, ഒരു മനുഷ്യനില്ല. ആ സമയത്താണ് ടി സിദ്ദീഖും IC ബാലകൃഷ്ണനും ഞാനും ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരെ അവിടെ നിന്ന് വിളിച്ച്, പള്ളിയിലെ അച്ഛന്മാരെയും വിളിച്ച്, ആ മരിച്ചുപോയ പോൾ അവരുടെ കുടുംബത്തെയും വിളിച്ച് പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കുന്നു. ഈ ധാരണ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ധാരണ പാക്കത്ത് പോയി പോളിൻ്റെ കുടുംബവുമായി സംസാരിച്ച് അവർക്കു കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ധാരണയെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പക്ഷേ ഈ പൊരി വെയിലത്ത് കിടക്കുന്ന പോളിൻ്റെ മൃതശരീരത്തെ നമ്മൾ കൊണ്ടുപോകണം. കാരണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് ഫ്രീസറിനകത്താണ്. പക്ഷേ ഫ്രീസറിനകത്ത് നിൽക്കുമ്പോൾ വാഹനം ഓണാക്കാതെ ഫ്രീസർ വർക്ക് ചെയ്യുന്നില്ല, ബ്ലഡ് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് അത് കൊണ്ടുപോകണം, പാക്കത്ത് എത്തിക്കാം, പാക്കത്ത് പാരിഷ് ഹാളിൽ വെച്ച് മീറ്റിംഗ് കൂടാം, പോളിൻ്റെ കുടുംബത്തെ കൂടി വിളിക്കണം, അവർ കൺവിൻസ്ഡ് ആയാൽ മാത്രം ഇത് അംഗീകരിച്ചാൽ മതി എന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം. ഒരു തീരുമാനവും ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം സമരം അതിവൈകാരികമായി ഈ ജനപ്രതികൾക്ക് നേരെ സമരം തിരിഞ്ഞു. അവിടെ ഒരു പ്രശ്നത്തിനും ഞങ്ങൾ നിന്നില്ല. അത് കഴിഞ്ഞ് പോലീസ് പോളിൻ്റെ മൃതദേഹം കൊണ്ടുപോയി. ADM വരണമെന്ന് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടു. ഒരു ADM ആണ് ഇന്ന് പോയിട്ട് പ്രഖ്യാപിച്ചത്. കാശ്മീർ ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് ഇടപെടലുണ്ടായി എന്നാണ് പറയുന്നത്. ജില്ലാ കലക്ടർ പോലും ഇന്ന് പുൽപ്പള്ളിയിൽ വന്നില്ല. പിന്നെ നമ്മൾ ഇവരോടൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണ്? അവിടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ജനപ്രതികൾ എന്ന രീതിയിൽ നമ്മൾ അവിടെ പോകും ജനപ്രതികളുടെ രോഷം അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം കാണും, അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അവരാണ് നേതാവ്.